ഓശാന തിരുനാൾ, ജെറുസലേമിലേക്കുള്ള ഈശോയുടെ രാജകീയ പ്രവേശനം നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിലേക്കുള്ള ഔദ്യോഗിക പ്രവേശനമാണത്. ഒത്തിരിയേറെ ദൈവിക ചിന്തകൾ, വചനവിചിന്തനങ്ങൾ നമുക്ക് നൽകുന്ന തിരുനാളാണ് ഈശോയുടെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം. അവൻ്റെ എളിമയുടെ മനോഭാവം, പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണം, അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ, പിന്നീട് നടക്കുന്ന ദേവാലയ ശുദ്ധീകരണം ഒക്കെയും ഒത്തിരിയേറെ ധ്യാന ചിന്തകൾ നമുക്ക് നൽകും. എങ്കിലും അനുബന്ധമായൊരു ചിന്ത മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഈശോയുടെ രാജകീയ പ്രവേശനം പറയാറുണ്ട് മരണത്തിലേക്കുള്ള ഔദ്യോഗിക പ്രവേശനമാണ് എന്ന്. ഈശോയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണം പിതാവ് കൽപ്പിച്ചതുപോലെ നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കുക എന്നുള്ളതാണ്. ആ വലിയ ലക്ഷ്യം ഏറ്റവും സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ അവിടുന്ന് ജെറുസലേമിലേക്ക് പ്രവേശിക്കുകയാണ്. അവനെ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ പൂർത്തീകരണം എത്ര മനോഹരമായിട്ടാണ് അവൻ നിർവഹിച്ചത്. ഈ ചിന്തനം നമ്മുടെ ജീവിതവുമായി ചേർത്ത് വയ്ക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങൾ തമ്പുരാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ചിലത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, ചിലത് തിരിച്ചറിയാൻ നമ്മൾ മടിക്കുന്നു. ആ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും ഈശോയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെയുള്ള സഹനങ്ങളുടെ നേരങ്ങളുണ്ടാകും. ഒപ്പമായിരുന്നവർ ഓടി മാറിയേക്കാം, കൂടെയായിരുന്നവർ ചതിച്ചു എന്ന് വന്നേക്കാം, ഒറ്റുകൊടുത്തേക്കാം, തള്ളിപ്പറഞ്ഞേക്കാം, ശാരീരികമായ പീഡനങ്ങൾ അനുഭവിച്ചേക്കാം, താങ്ങാനാവാത്ത സഹനങ്ങൾ, സംഘർഷങ്ങൾ മനസ്സിൽ പേറിയേക്കാം. പക്ഷേ തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും വിശ്വസ്തയോടെ നിർവഹിക്കാൻ നമുക്കാകണം. ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാകണമെന്ന് ഈ ഓശാന തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് വിചിന്തനം ചെയ്ത് നോക്കാം. തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ച എല്ലാ ദൗത്യങ്ങളും, വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ, കുടുംബത്തോടുകൂടിയുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, സഭയിൽ നമുക്കുള്ള ശുശ്രൂഷകൾ, സമൂഹത്തോടുള്ള നമ്മുടെ കടപ്പാടുകൾ ഏറ്റവും സ്നേഹത്തോടെ വിശ്വസ്തയോടെ നിർവഹിക്കാൻ ഞാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നുണ്ടോ? ഈ രാജകീയ പ്രവേശനം എൻ്റെ ജീവിതത്തിൽ എന്നും നടക്കേണ്ട കാര്യമാണ്. ഒപ്പം ചിന്തിക്കാം, വലിയ ആഴ്ചയാണ്. ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ, നമ്മുടെ രക്ഷാകര രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുന്ന ദിനങ്ങളാണ്. ഏറ്റവും വിശുദ്ധിയോടുകൂടെ വേണം നമ്മൾ ആ ദിനങ്ങളിലായിരിക്കാൻ. പരിശുദ്ധ കുമ്പസാരം എന്ന വലിയ കൂദാശയിൽ നിന്ന് കൃപ സ്വീകരിച്ച് തമ്പുരാന് വേണ്ടി, തമ്പുരാൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. ഓർക്കുക, ഈ രാജകീയ പ്രവേശനം അനുദിനം ഉത്തരവാദിത്വങ്ങളോട് ചേർത്ത് വെച്ച് ഞാനും നിർവഹിക്കേണ്ടതാണ്. ആ ബോധ്യം നമുക്കുണ്ടാകട്ടെ. വിശുദ്ധിയോടുകൂടി ഈ ദിനങ്ങളിലായിരിക്കാൻ ഈ ഓശാന തിരുനാൾ നമ്മളെ സഹായിക്കുകയും ചെയ്യട്ടെ. എല്ലാവർക്കും ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടി നേരുന്നു.